പേഴ്സൺ ഒറ്റയ്ക്കിരിക്കുമ്പോഴും അതല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ ഉറങ്ങാൻ പോകുമ്പോഴും അതായത് അയാൾ ഒറ്റയ്ക്കുള്ള അവസരങ്ങളിലൊക്കെ നിങ്ങളുടെ ആ ഒരു എനർജി അവർക്ക് സഡൻ ആയിട്ട് ഹിറ്റ് ചെയ്യും. എൻ്റെ മൈൻഡ് ഒട്ടും കംഫർട്ടല്ല. എനിക്കൊട്ടും നല്ലൊരു ഇതിലൊന്നും എനിക്കിരിക്കാൻ പറ്റുന്നില്ല. ഞാനെടുത്ത തീരുമാനം ശരിയാണോ അല്ലയോ എന്നൊക്കെ ഓർത്ത് അവർ വളരെയധികം എന്താ പറയുക ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. ഈ ഒരു പേഴ്സൺ മെന്റലി ഒരുപാട് പ്രോബ്ലം ഉണ്ട്. അതായത് അവരുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനർത്ഥം അവർ അവീക്കൻ ആവുന്നത് എന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്താ പറയാ ഈ അവീക്കണിങ്ങിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അയാള് അവോയ്ഡ് ചെയ്ത് മാറ്റിയ സത്യങ്ങളൊക്കെ ഇപ്പൊ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുന്നു. അതിനെ പറ്റിയൊക്കെ അയാൾ ആലോചിക്കാനും വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കാനും ചിന്തിക്കാനും അങ്ങനത്തെ അത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന ആ ഒരു ടൈമിലോട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അയാളുടെ മൈൻഡിൽ എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള എനിക്കുള്ള ഉള്ളിലുണ്ടായിരുന്ന ഫീലിങ്സ് എന്താണോ എനിക്കുണ്ടായിരുന്ന ഫീലിങ്സും അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തെങ്കിലും കൺട്രോൾ ചെയ്തെന്ന് കരുതി, പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്ന എന്നെക്കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഇത് അയാളിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ അതായത് ഉള്ളിൽ ഇന്നർ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അയാളെ വളരെയധികം എന്താ പറയുക തളർത്തുകയാണ്. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് സോൾ ലെവലിൽ നല്ലൊരു പുള്ള് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമോഷണലി മെൻ്റലി ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്. പറഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഒക്കെ ഉണ്ടല്ലോ, ഇമോഷൻ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ അതൊക്കെ അവർ ഒരുപാട് കൺട്രോൾ ചെയ്തും അടിച്ചമർത്താനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇപ്പോൾ അതൊക്കെ എത്രയൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അതൊക്കെ ലീക്കായി വരുമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ തമ്മിലുള്ള സ്പെൻഡ് ചെയ്ത ആ ഒരു സമയം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, സ്മെല്ല്, നിങ്ങൾ ഒരുമിച്ച് പോയ പ്ലേസുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ടൈമിലും സംസാരിക്കുമ്പോഴും ഒക്കെ എടുത്ത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒക്കെ ഓർത്ത് അതൊക്കെ അവരുടെ മൈൻഡിലോട്ട് വരാറുണ്ട്. പാട്ടുകളും ചിന്തകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവർക്ക് നിങ്ങളെ പറ്റിയുള്ള വീണ്ടും നിങ്ങളുടെ ഓർമ്മയിലേക്ക് അവർ വരിക ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് അവർ വളരെയധികം കൂളാണെന്ന് കാണിക്കുകയാണെങ്കിലും ഇൻസൈഡ് അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സോള്. ഒരു പേഴ്സന്റെ സ്പിരിച്വൽ അവേക്കനിങ്ങിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ബ്ലോക്കേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവരുടെ ഇൻറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായ പ്രോബ്ലംസിൻ്റെയൊക്കെ അതൊക്കെ അവർ ഇഗ്നോർ ചെയ്തു. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ബ്ലോക്കേജസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവേക്കനിങ്ങിൽ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ പണ്ട് ഇൻറ്റ്യൂഷനലി